നമുക്കൊരു നമ്മൾ എടുക്കുന്ന ഡിസിഷനിൽ ഓവറായിട്ടുള്ള കൺഫ്യൂഷൻ ഇങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി പറ്റുക. എടുക്കുന്ന ഡിസിഷനെ നമ്മളിങ്ങനെ തിങ്ക് ചെയ്തിട്ട് അത് റൈറ്റ് ആണോ തെറ്റാണോ എന്നുള്ളത്. ഞാൻ എന്റെ സിറ്റുവേഷൻ വേണമെങ്കിൽ പറയണോ? ഒരു സിറ്റുവേഷൻ ഷോർട്ടായിട്ട് പറയാം. ഇപ്പൊ കറന്റ് ഞാനൊരു ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്, റെഗുലർ സ്റ്റുഡന്റ് ആണ്, കോളേജിൽ പോകുന്ന സ്റ്റുഡന്റ് ആണ്. അപ്പൊ എനിക്ക് ട്രെയിനിങ് ഫീൽഡ് എനിക്ക് ഇഷ്ടമാണ്, ക്ലാസ് എടുത്തു കൊടുക്കാനൊക്കെ. അങ്ങനെ നമ്മളൊരു ഫ്രീ വെബിനാർ വെച്ചു. അതൊന്ന് കണ്ട് എന്റെ ടോക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്നെ ഒരു ടീം കണക്ട് ചെയ്തു. എന്നിട്ട് അവരെ കൂടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു, ഒരു മെമ്പർ ആയിട്ട്. സ്മോൾ സ്റ്റെപ്പ് എടുത്ത് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ എന്റെ ടെൻഷൻ, ഞാൻ +2 വരെ അക്കാദമിക്സിൽ നല്ല മികവുള്ള ഒരു അങ്ങനെ അഹമ്മദ കൊണ്ടുപോയ ഒരു കുട്ടിയായിരുന്നു. അപ്പൊ എന്റെ സ്റ്റഡീസിന് എഫക്ട് ചെയ്യും എന്നുള്ള നല്ലൊരു ടെൻഷനിലാണ് ഇപ്പോ. എനിക്കിത് ഇതിലൂടെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ട്രെയിനിങ് ഫീൽഡിലോട്ട് ഒന്നുകൂടെ എനിക്ക് ബെനിഫിറ്റ് ആവും എന്നറിയാം. അതേസമയം എന്റെ സ്റ്റഡീസിന് എഫക്ട് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഏതാ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ്? എനിക്ക് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, രണ്ടിലും ആഗ്രഹമുണ്ട്. എങ്ങനെ രണ്ടിലും ആഗ്രഹമുണ്ട്? പക്ഷെ ഇപ്പോ ഏറ്റവും അർജന്റ് ഏതാ? ഏതിലും ഫോക്കസ് ചെയ്യണം? ഇപ്പോ സ്റ്റഡീസ് ആണ്. ഓക്കെ, 0 to 10 എത്രയാണ് അതിന് വാല്യൂ കൊടുക്കുക? 0 to 10 നിങ്ങൾ സ്റ്റഡീസിന് എത്ര വാല്യൂ കൊടുക്കും? 8. Okay. 8 to 10. 8 to 10. Okay, what about the other one? എത്ര കൊടുക്കും അതിന് റൈറ്റ് നൗ? ഒരു 4 to 6. 4 to 6. അത് ഇപ്പൊ എത്ര സെഷൻസ് നിങ്ങൾ എടുക്കുന്നത്? ഇപ്പൊ നമ്മൾ സെഷൻ എടുക്കുന്നില്ല, അവരെ കൂടെ ജസ്റ്റ് ജോയിൻ ചെയ്തു. അവര് എന്തെങ്കിലും മീറ്റിംഗ് വെക്കുന്ന സമയത്ത് നമ്മൾ ആളുകളെ ഇൻവൈറ്റ് ചെയ്യാം. അങ്ങനത്തെ ചെറിയ ഡ്യൂട്ടി അവര് തന്നിട്ടുള്ളൂ. അത് നിങ്ങൾ സ്റ്റഡീസ് എപ്പോഴാ തീരാ നിങ്ങളുടെ ഈ ഒരു എക്സാം ഒക്കെ? എക്സാം നെക്സ്റ്റ് മന്ത് ആണ് വരുന്നത്. നെക്സ്റ്റ് മന്ത് നവംബറിലാണ്. That means coming 1 month, nearly 1 month. Yes. അത് കഴിഞ്ഞാൽ ഫ്രീ ആവോ? Yes. Okay. നമ്മൾ സ്റ്റഡി കണ്ടിന്യൂ മാർച്ചിൽ എക്സാം വീണ്ടും വരുമല്ലോ. It's fine. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫ്ലക്ച്വേറ്റ് ചെയ്താൽ മതി. നിങ്ങൾ അവിടെ ചെയ്യണത്. അവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്താ ബെനിഫിറ്റ് ഉള്ളത്? നിങ്ങൾ പറഞ്ഞല്ലോ, അപ്പോൾ അവിടെ എന്തെങ്കിലും ബെനിഫിറ്റ് നിങ്ങൾക്കുണ്ടോ? വാട്ട് ഇസ് ഇറ്റ് ഇംപ്രൂവ്മെന്റ് ദാറ്റ് യു ആർ ഗെറ്റിംഗ്? എന്താണ് നിങ്ങൾ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടോ? വല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടോ? നിങ്ങളെ നോളജ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ? നിങ്ങളെ സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ വെറുതെ ആൾക്കാരെ വിളിക്കാന്ന് മാത്രം? ഒരു സ്മോൾ ഇതിലേക്ക് നമുക്ക് ഏർണിംഗ്സിന് അവർ ഫിനാൻഷ്യൽ സംഭവം ഉണ്ട്. പിന്നെ കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രെയിനിങ് കാര്യങ്ങൾ ഒന്നുകൂടെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പം കുറച്ച് സ്ലോ ചെയ്യാം. You slow it down, okay? കൂടുതൽ ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കുക. Give more importance to your studies and your exam. After the exam is over, then you can go back. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനും കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ മാർഷൽ ആർട്സ് ചാമ്പ്യനും ആയിരുന്നു. അപ്പോൾ ചാമ്പ്യൻഷിപ്പ് വരുമ്പം ഞാൻ എന്താ ചെയ്യുക, അത് എൻ്റെ സ്റ്റഡീസ് വരുമ്പം എൻ്റെ ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗം കുറച്ച് കുറക്കും. എന്നിട്ട് സ്റ്റഡീസ് ഞാൻ കോളേജിൽ നമ്പർ 1 ആണ്, കരാട്ടയിൽ നമ്പർ 1 ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ സ്റ്റഡീസ് വരുമ്പോൾ ഞാൻ സ്റ്റഡീസിലായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എൻ്റെ മാർഷൽ ആർട്സ് ഞാൻ കുറച്ച് വെക്കും, മറ്റേ ഇൻസ്ട്രക്ടേഴ്സിനെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും. എൻ്റെ മാർഷൽ ആർട്ട് ചാമ്പ്യൻഷിപ്പ് വരുമ്പോൾ ഞാൻ അതിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങളായിരിക്കണം ആ ക്യാപ്റ്റൻ, നിങ്ങളുടെ ലൈഫിൻ്റെ ക്യാപ്റ്റൻ നിങ്ങളായിരിക്കും. നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്, അല്ലാതെ വേറെ ആരുമല്ല. സോ വാട്ട് ഡു യു തിങ്ക്? ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് 1 വീക്ക് ആവുന്നേ ഉള്ളൂ. It doesn't matter. See, ഒന്ന് മനസ്സിലാക്കുക. അവർക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഓക്കെ, അവർക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ they will take you back. Do you agree? ഷുവർ. അവർ പറഞ്ഞു നമ്മുടെ എക്സാം വരുമ്പോൾ പറഞ്ഞാൽ മതി, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ നോക്കും. പക്ഷെ നമുക്കുള്ള ഒരു ടെൻഷനാണ് അതില്. ഒരു ഫ്രണ്ടിന്റെ എക്സ്പീരിയൻസ് അവർ പറഞ്ഞു, ഓൺലൈൻസും ട്രെയിനിങ് ഒക്കെ പോയിട്ട് പിന്നീട് സ്റ്റഡീസിനെ നെഗറ്റീവ് ആയിട്ട് ബാധിച്ചു. അത് ഫാമിലി പറയുന്ന സമയത്ത് നമുക്കൊരു ടെൻഷൻ അത്രേ ഉള്ളൂ. ഇല്ല, ആ ടെൻഷൻ ഒന്നും എടുക്കണ്ട. Actually focus on your studies right now, and after your exam is over, then go back to that one. Just simple as that. You're with me? Thank you so much, sir. You're happy with that? Sure. Okay, good. Go ahead, and I wish you all the best. നല്ല ട്രെയിനർ ആവുക. ഇന്ന് ട്രെയിനിങ് ബിസിനസ് എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പ് ബിസിനസ്. ഇറ്റ്സ് മോർ ദാൻ $360 billion ബിസിനസ്സാണ്. അതാണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ഒരു കോച്ചിങ് സെഷൻ ഇഫ് യു ആർ ബുക്കിംഗ്, ഇറ്റ്സ് 1.5 lakhs. Sorry, 1.5 lakh means 1,50,000 ഒറ്റ കോച്ചിങ് സെഷൻ. That's how we charge. So go for that.